രാഷ്ട്രീയ കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കോടതി ഉത്തരവ് നിമിഷങ്ങൾക്കുള്ളിൽ. ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക തിരുവനന്തപുരം സെഷൻസ് കോടതി. ജീവനൊടുക്കും എന്ന് ഭീഷണി മുഴക്കി രാഹുൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന് തെളിവ് ഹാജരാക്കി പ്രോസിക്യൂഷൻ. എട്ടാം ദിവസവും മുങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക നീക്കവുമായി പോലീസ്. മുങ്ങാൻ സഹായമൊരുക്കിയ 2 പേർ കസ്റ്റഡിയിൽ. പിടികൂടിയത് രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവറെയും ഹോട്ടൽ ഉടമയെയും. രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. രണ്ടാം ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ. 23-കാരിയെ ക്രൂര ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് FIR. മൃഗീയ പീഡനത്തിൽ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായി. പീഡനം വിവാഹ വാഗ്ദാനം നൽകിയെന്നും FIR. മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം എതിരായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊടാൻ അറച്ച് KPCC. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് ആവർത്തിച്ച് സണ്ണി ജോസഫ്. എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. ഒരു MLA കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും പാർട്ടിക്ക് ഉത്തരം പറയാനാകുമോ എന്ന് ചെന്നിത്തല. പ്രതികാര നടപടികളിൽ പതറാതെ ഷാഫി പറമ്പലിനെതിരെ നിലപാട് കടുപ്പിച്ച് MA ഷഹനാസ്. ഷാഫിയുടെ കുറ്റകരമായ മൗനം കാരണം ബലിയാടായ പെൺകുട്ടികൾ നിരവധി. പെൺകുട്ടികളുടെ മൗനത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഷാഫിക്കെന്നും ഷഹനാസ്. പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുക. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ കനത്ത മൗനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ഇപ്പോഴും അദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാംസ്കാരിക സാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കി. രാഷ്ട്രീയ ആക്രമണത്തിന്റെ കുന്തമുന ഷാഫിയിലേക്ക് തിരിച്ച് CPIM. രാഹുലും ഫെനിയും ഉൾപ്പെടുന്ന പെൺവാണിഭ സംഘത്തിന് ഹെഡ്മാഷ് ഉണ്ടെന്ന് EN സുരേഷ് ബാബു. അതിജീവിതയെ അപമാനിച്ച കേസിൽ നിന്ന് തലയൂരാൻ പുതിയ അടവുമായി സന്ദീപ് വാര്യർ. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പരാതിക്കാരിയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നും കേസ് മുൻ FB പോസ്റ്റിന്റെ പേരിലെന്നും വാദം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്ത് പോലീസ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. ജയിലിൽ നിരാഹാരം തുടർന്ന് രാഹുൽ ഈശ്വർ. മാങ്കൂട്ടത്തിൽ വിവാദത്തിനിടെ ഗർഭഛിദ്രത്തിനെതിരെ കവിതയുമായി എഴുത്തുകാരിയും T സിദ്ദിഖിന്റെ ഭാര്യയുമായ ഷറഫുന്നിസ. പിഞ്ചു കുഞ്ഞിനെ ഞെരിച്ചു കൊന്ന കാബാലിക എന്ന് കവിതയിൽ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിത രാഹുലിനെതിരെ എന്ന് കമന്റുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിനെ വരിഞ്ഞു മുറുക്കിയ SIT. ദ്വാരപാലക സ്വർണ്ണമോഷണ കേസിലും A പത്മകുമാർ പ്രതി. ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. 14 ദിവസം കൂടി റിമാൻഡിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെയും മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. PM ശ്രീക്കായി മധ്യസ്ഥത വഹിച്ചെന്ന വിവാദം തള്ളി ജോൺ ബ്രിട്ടാസ് MP. കേന്ദ്ര ഫണ്ട് കിട്ടാൻ ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണും. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പാലമായി പ്രവർത്തിക്കും. മധ്യസ്ഥത വഹിച്ചത് കേരള സർക്കാരുകൾക്കിടയിൽ. തന്റെ ഫാസിസ്റ്റ് വിരുദ്ധതയ്ക്ക് ലീഗിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും ബ്രിട്ടാസ്. പാർലമെന്റിലെ പ്രതിപക്ഷ ഇടപെടലിനെ വിമർശിച്ച് ശശി തരൂർ MP. ഇന്ത്യ സഖ്യം പെരുമാറുന്നത് UPA കാലത്തെ BJPയെ പോലെ. ചോദ്യോത്തരവേളകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. പ്രതിപക്ഷം ഉത്തരവാദിത്തം മറക്കുന്നുവെന്നും ശശി തരൂർ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ക്രൈസ്തവ പ്രീണന നയവുമായി RSS. ആഗോളതലത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് മുസ്ലിങ്ങളെന്ന് RSS മുഖമാസിക കേസരിയിൽ ലേഖനം. കത്തോലിക്ക സമുദായ നേതാവ് ഷെവലിയർ BC സെബാസ്റ്റ്യന്റെ ലേഖനം ക്രൈസ്തവർക്കെതിരായ ഹിന്ദുത്വാക്രമണം പരാമർശിക്കാതെ.
നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പക്ഷികളെ കടത്താൻ ശ്രമിച്ച ദമ്പതികൾ അറസ്റ്റിൽ. പിടികൂടിയത് 1 കോടിയിലധികം രൂപ വിലമതിക്കുന്ന പക്ഷികളെ. കസ്റ്റംസ് പിടികൂടിയത് തായ്ലൻഡിൽ നിന്നും കടത്താൻ ശ്രമിച്ച പക്ഷികളെ. KSFDC തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ എത്തിയതിൽ അന്വേഷണം. തലസ്ഥാനത്തെ കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലെത്തിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദൃശ്യങ്ങൾ ടെലഗ്രാം സൈറ്റുകളിൽ. CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡ് ഹാക്ക് ചെയ്ത് ദൃശ്യങ്ങൾ എടുത്തെന്ന് പോലീസ്. വിഷയത്തിൽ പ്രതികരിക്കാതെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വൈകിട്ട് ഡൽഹിയിലെത്തും. ഇന്ന് രാത്രി പുടിന് പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്ന്. ഉഭയകക്ഷി ചർച്ച നാളെ ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ. ഊർജ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ചേക്കും. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 3 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള തെരച്ചിലിനിടെ. ഇൻഡിഗോ വിമാന സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. ഇന്നലെ റദ്ദാക്കിയത് 200-ലധികം വിമാന സർവീസുകൾ. ഇന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള സർവീസ് മുടങ്ങി. എയർലൈൻസിൽ പൈലറ്റുമാരുടെ കുറവ് രൂക്ഷമെന്ന് റിപ്പോർട്ട്. ബീഹാറിൽ NDA സർക്കാർ 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം. 2020 സാത്ത് നിശ്ചയ് പദ്ധതിയിലൂടെ സർക്കാർ മേഖലയിൽ 10 ലക്ഷം പേർക്ക് ജോലി ലഭിച്ചെന്നും അവകാശവാദം. ഗാസയിലെ പലസ്തീനികൾക്ക് അടിയന്തര വൈദ്യസഹായം അനുവദിക്കാൻ ഇസ്രയേൽ. ചികിത്സയ്ക്ക് പുറത്തുപോകാൻ റഫ അതിർത്തി തുറക്കുമെന്ന പ്രഖ്യാപനം. 16,500 പേർക്ക് വിദേശ ചികിത്സ അനിവാര്യമെന്ന് WHO കണക്ക്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ലേലം ചെയ്യാനൊരുങ്ങി സർക്കാർ. തീരുമാനം കടക്കെണിയിലകപ്പെട്ടതോടെ ലേലം ചെയ്യുന്നത് IMF നിഷ്കർഷിച്ച വായ്പാ നിബന്ധന പ്രകാരം. ലേലത്തിൽ പങ്കെടുക്കാൻ പാക് സൈന്യത്തിന് കീഴിലുള്ള ഫൗജി ഫെർട്ടിലൈസർ കമ്പനിയും. അറസ്റ്റ് ഭീഷണിക്കിടെ ന്യൂയോർക്ക് സന്ദർശനം പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മേയർ സോറാൻ മംദാനി. നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാറണ്ട് യുദ്ധക്കുറ്റം ചുമത്തി. ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോണിന് വിലക്കേർപ്പെടുത്തി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലി. എലമെന്ററി, മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം. ക്ലാസ് മുറിയിലെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക ലക്ഷ്യം. 11 വർഷം മുമ്പ് കാണാതായ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 370ക്കായി ഈ മാസം 30 മുതൽ വീണ്ടും തിരച്ചിൽ. കടലിനടിയിലെ പരിശോധന. ഓഷ്യൻ ഇൻഫിനിറ്റി റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ 55 ദിവസം നീളുന്ന തെരച്ചിൽ. ഇന്ത്യൻ സമുദ്രത്തിൽ 15,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കർശന വസ്ത്രധാരണ രീതികളെ ന്യായീകരിച്ച് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമനേയി. വസ്ത്രധാരണ രീതി പിന്തുടരുന്ന സ്ത്രീക്ക് പുരോഗതി കൈവരിക്കാനാകുമെന്ന് ന്യായീകരണം. ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കാനാകില്ല എന്ന് ഇറാൻ പ്രസിഡന്റ്. ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള ഗാലക്സി കണ്ടെത്തി ഇന്ത്യൻ ഗവേഷകർ. കണ്ടെത്തിയത് ആകാശഗംഗയ്ക്ക് സമാനമായ സ്പൈറൽ ഗാലക്സി. പ്രപഞ്ചത്തിന് 150 കോടി വർഷം പഴക്കമുള്ളപ്പോൾ നിലനിന്ന ഗാലക്സിയെന്ന് യൂറോപ്യൻ ആസ്ട്രോണമി ജേണലിൽ ലേഖനം. പ്രശസ്തമായ ക്രോസ്വേർഡ് പുരസ്കാരം മലയാളി എഴുത്തുകാരായ മനോജ് കുറൂർ, മനു എസ് പിള്ള, ജെ ദേവിക എന്നിവർക്ക്. നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ മനു എസ് പിള്ളയുടെ ഗോഡ്സ്, ഗൺസ് ആൻഡ് മിഷണറീസിന് അംഗീകാരം. വിവർത്തന വിഭാഗത്തിൽ മനോജ് കുറൂറിൻ്റെ നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവലിൻ്റെ പരിഭാഷയ്ക്ക് പുരസ്കാരം. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് ജയം. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രീമിയർ ലീഗിൽ ബ്രെൻഡ് ഫോർഡിനെതിരെ ആഴ്സണലിന് ജയം. ചെൽസിയെ അട്ടിമറിച്ച് ലീഡ്സ് യുണൈറ്റഡ്. ലിവർപൂളിന് സമനില.